പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ പൂർണ്ണ ആത്മാവിനോടും ആത്മാവിലും പൂർണ്ണ സത്യത്തിലും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ തിരുവചനം 4:24 പഠിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു. അപ്പം നീ ആരാധിക്കേണ്ടത് ആത്മാവായ ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ പൂർണ്ണ ആത്മാവിൽ ആരാധിക്കണമെന്ന് ദൈവം വ്യക്തമായി പഠിപ്പിക്കുന്നു. റോമിലെ ഒരു പള്ളിയിൽ നിന്നും 5 മരപ്രതിമകൾ മോഷണം പോയി. ആമസോണിലെ തദ്ദേശീയ ദേവതയായ നഗ്നമായ ഒരു മരപ്രതിമയാണ്, പച്ചമാമയുടെ പ്രതിമയാണ് മോഷണം പോയത്. ഇതിൻ്റെ പേരിൽ മാർപ്പാപ്പ പരസ്യമായിട്ട് ക്ഷമ ചോദിക്കുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ ഒരു കേസ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കത്തോലിക്ക തീവ്രവാദികൾ ഇതിനെ എടുത്ത് ടൈബർ നദിയിലിട്ടു. അവർ വിചാരിച്ചത് ഇതൊരു വിഗ്രഹമാണ് എന്ന് വിചാരിച്ചാണ് അവരങ്ങനെ ചെയ്തത്. അതിനാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ആ കൊണ്ടുപോയി ഇട്ടവന് മത തീവ്രവാദിയാണ്, കത്തോലിക്ക തീവ്രവാദിയാണെങ്കിൽ പോലും അവനെന്തുണ്ടായി? അവന് തോന്നി ഇതൊരു പച്ച വിഗ്രഹമാണ് എന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് അവൻ ചെയ്തത്. നിങ്ങളുടെ തന്നെ മതബോധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കെടുക്കാം. നിങ്ങൾ വിഗ്രഹത്തെ അത് സ്വരൂപമാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് എന്താണെന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടും 1985 മെത്രാന്മാരുടെ സിനഡിൻ്റെ ആഗ്രഹമനുസരിച്ചും ഒരു വിശുദ്ധ കമ്മിറ്റി തയ്യാറാക്കിയതും ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക അനുശാസനത്തോടു കൂടി 1992 പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകം. ഇതിൻ്റെ അകത്ത് 520 പേജ്, 2112, 2010 ഈ വിധത്തിലുള്ള 2 കാലത്തിൽ പറയുന്നു. മനുഷ്യൻ ഏക ദൈവത്തെ അല്ലാതെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് അത് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ പച്ചമാമയെ റോമിലുള്ള പള്ളിയുടെ അകത്ത് കയറ്റി വെച്ചത്? അത് വേറെ അന്യജാതിക്കാരൻ്റെ ദൈവമല്ലേ? ആ ദൈവത്തെ എന്തിനു വേണ്ടി നിങ്ങൾ കയറ്റി വയ്ക്കുകയും അത് മോഷണം പോയതിൻ്റെ പേരിൽ എന്തിനാണ് മാർപ്പാപ്പ ക്ഷമ ചോദിക്കുകയും ചെയ്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ചർച്ചിൻ്റെ അകത്തിരിക്കുന്ന താഴേക്ക് വായിക്കുമ്പോൾ മനുഷ്യരുടെ കരവേലകളായ സൃഷ്ടികളായ വെള്ളിയോ സ്വർണമോ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ തള്ളിക്കളയുന്നതിനെ കുറിച്ച് വിശുദ്ധ ലിഖിതം സ്ഥിരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചർച്ചുകളിൽ ഇരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഏതാണ്? കരവേലയല്ലേ? ഇത് ആകാശത്ത് നിന്നും പൊട്ടി താഴത്തേക്ക് വന്നതാണോ? ഇത് കരവേലയല്ലേ? മനുഷ്യനുണ്ടാക്കിയതല്ലേ? അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ പറയുന്നത് ആരുടെ ഏത് വിശുദ്ധൻ്റേതാണോ ആ വിശുദ്ധൻ്റെ സ്വരൂപം, നിങ്ങൾ ഇട്ട പേരാണ് സ്വരൂപം, അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിശുദ്ധൻ്റെയാണോ ആ വിശുദ്ധനിലേക്കാണ് ഈ പ്രാർത്ഥന പോകുന്നത് എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മതബോധ ഗ്രന്ഥത്തിലുമുള്ളത്. അതിനെപ്പറ്റി ഞാൻ പറയാം. അതായത് പറയുന്നു, അവയ്ക്ക് അതരങ്ങളുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല, അവയ്ക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല. വ്യർത്ഥമായ ഈ വിഗ്രഹങ്ങൾ മനുഷ്യനെ വ്യർത്ഥനാക്കുന്നു. നിങ്ങൾ തന്നെ സമ്മതിച്ചു, അതായത് വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ട്, അത് കാണുന്നില്ല. അതിന് വായുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് കാലുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ ചോന്നുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അതിന് പോകാം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തിയാൽ അതിനിരിക്കാം. വേറെ ഒരു പ്രയോജനമില്ലാത്ത പൊട്ട വിഗ്രഹങ്ങളാണ് ഇരിക്കുന്നത് മുഴുവൻ ചർച്ചകളിനകത്ത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ, മതബോധ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഞാൻ വായിച്ചതാണിത്. അവയെ നിർമ്മിക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും എല്ലാം അവരെ പോലെയാകും. അപ്പോൾ ഈ ബിംബത്തെ ആശ്രയിക്കുന്ന നിങ്ങൾ, ബിംബത്തെ ഇവിടെ മുമ്പിൽ പോയിരുന്ന നിങ്ങൾ, ആ ബിംബത്തിന് തുല്യമല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടു തരികയാണ്. അതായത് മനുഷ്യനെ ദൈവം, നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം അത്യുന്നതനായ ദൈവം ഊതിക്കൊടുത്തു. അതേ ദൈവത്തെ നീ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി വെച്ചു. അതല്ലേ നിങ്ങൾ ചെയ്തത്? അതേ ദൈവത്തെ നിങ്ങൾ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കിടന്ന് നിങ്ങൾ ആരാധിക്കുക, തിരി കത്തിക്കുക, അതിൻ്റെ കാലാകാലങ്ങളിൽ പെയിൻ്റ് അടിക്കുക, അന്യദേവനായ പച്ചമാമയെ പിടിച്ച് റോമിലെ പള്ളികളിൽ കൊണ്ടുവയ്ക്കുക. അത് ഇച്ചിരി വിവരമുള്ളവൻ എന്തോ എടുത്ത് ടൈബർ നദിയിൽ കൊണ്ടുപോയി അതിനിട്ടു. അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ബലഹീനതയിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ സഭയാണോ 2000 പാരമ്പര്യമുള്ള സഭ? അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ലീഗായിലൂടെ കൈവെപ്പിലൂടെ 2000 വർഷം മുമ്പ് ഇവിടെ വന്ന് നിൽക്കുന്ന സഭ. പത്രോസ് ലീഗ എപ്പോഴെങ്കിലും വിഗ്രഹത്തെ ആരാധിച്ചിരുന്നോ? നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ 2000 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊണ്ട് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, വിശുദ്ധ പത്രോസ് ലീഗ
എപ്പോഴെങ്കിലും വിഗ്രഹത്തെ ഉണ്ടാക്കി അത് സ്വരൂപമാണ് എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് അന്യൻ്റെ ദേവനെ പിടിച്ച് ചർച്ചിൻ്റെ അകത്ത് കൊണ്ടുവരുത്തി ഇത് ഞങ്ങളുടെയാണെന്ന് അവകാശവാദം പറയാൻ പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് അതല്ലേ? ഇനി 524 1162 ഖണ്ഡിക 2119. ശ്രദ്ധിക്കണം, ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യകരം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനെ സംബന്ധിച്ച് നിരോധനം ദൈവിക കൽപ്പനയിലുണ്ട്. നിയമാവർത്തന പുസ്തകം വിശദീകരിക്കുന്നു, ഹോറോബിൽ വെച്ച് അഗ്നിയുടെ മത്തിൽ നിന്നും കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ ഏതിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മതബോധ ഗ്രന്ഥത്തിലുള്ളതാണ് ഞാൻ വായിച്ചത്. ബൈബിൾ വിട്ടേക്കാം. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ ക്ലാസ്സും കേട്ടു, ഈ കമ്പനിയിൽ നിന്നാണ് ബൈബിൾ ഇറങ്ങിയത്. എന്നുവെച്ചാൽ ഞങ്ങളാണ് ബൈബിൾ കൊടുത്തത്, ഞങ്ങൾക്ക് 2000 വർഷത്തെ പാരമ്പര്യമൊക്കെ ഉണ്ട്, ഞങ്ങളാണ് ബൈബിൾ കൊടുത്തത്, അതുകൊണ്ട് അത് തിരുത്തുവോ തിരുത്താതിരിക്കുവോ വീണ്ടും അത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് ഒരു അച്ഛൻ്റെ കേട്ടതാണ്, അത് ഞാൻ ഇട്ടോളാം. അപ്പോൾ ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പനി ഞങ്ങളാണെന്ന് അങ്ങേര് പറയുന്നത്. അതിൻ്റെ കമ്പനി ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾ ഉണ്ടാക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ മുമ്പേ വന്നിരുന്ന കുഞ്ഞാടുകൾ, കുഞ്ഞാട് ആരാധിച്ചോണം. അതല്ലേ ഇന്ന് ചെയ്യുന്നത്? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ വചനം അങ്ങനെ. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ഏകദൈവം അത്യുന്നതനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് നിയമാവർത്തനത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 7-ാം അധ്യായം 25-26 നോക്കുമ്പോൾ അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. ആരുടെ? അന്യദേവൻ്റെ. അതിനെ റോമിലെ പള്ളിയുടെ അകത്ത് കയറ്റി വെച്ചു. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചെടുത്തു കളയരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറുപ്പാണ്. വിഗ്രഹത്തെ അറുപ്പാണ് ദൈവത്തിന്. അതിനുള്ള പൊന്നും വെള്ളി അറുപ്പാണ്. വെച്ചിരിക്കുന്ന ആലയം അറുപ്പാണ്, അശുദ്ധിയുടെ ആലയമാണ്. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറുപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. നിന്റെ ചർച്ചിൽ നീ കൂടുന്ന ആലയത്തിൽ, നിന്റെ സഭ കൂടുന്ന ആലയത്തിൻ്റെ അകത്ത് നീ കൊണ്ടുപോകരുത്. കാരണം നിനക്ക് അതിന് അറുപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ അപ്പോൾ നിൽക്കുക, ഇതിനകത്ത് ദൈവം വെറുക്കുന്നതിനകത്ത് ആരുണ്ട്? സാത്താനുണ്ട്. ഇല്ലാന്ന് തെളിയിക്കും. ദൈവം വെറുക്കുന്നതിനകത്ത് സാത്താനുണ്ട്. അപ്പം നിങ്ങളുടെ മതബോധ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഏരുടെ വിഗ്രഹമാണോ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ആ വിഗ്രഹത്തിന് മുമ്പിൽ അതിനകത്തേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന പൊക്കോളും. ഇതിൻ്റെ അകത്തിരിക്കുന്ന സാത്താനാ. അപ്പം ഈ നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന എങ്ങോട്ട് പോകും? നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം നമ്മൾ 20-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, പിതം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല. 20-ാമത്തെ വാക്യം പൗലോസ്ലീഹ പറയാണ്, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾ കഴിക്കുന്നത് എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരാണോ? അപ്പോൾ നിങ്ങളുടെ മതബോധ ഗ്രന്ഥം ഇത് പഠിപ്പിക്കുന്നു, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. അതിനെല്ലാം വിട്ടിട്ട് നിങ്ങൾ പറയുന്നു ഇത് ചെയ്യണം, അതങ്ങനെ ആകണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ, കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കണ്ട പൗലോസ്ലീഹ, തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ പറയുന്നു, ജാതികൾ ബലി കഴിക്കുന്നത്, ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ബലി കഴിക്കുന്നത്, അത് ഭൂതങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂതങ്ങളുടെ അംശത്തിലാകാൻ പാടില്ല. നിങ്ങൾ കർത്തൃമേശ പോലെ എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അതാ പറയുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ ആ വഴിക്ക് പോകും, അല്ല നീ തിരിഞ്ഞു വാ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ എനിക്കെതിരാത്ത പങ്കൊന്നുമില്ല. പൗലോസ്ലീഹയ്ക്ക് പങ്കില്ല എങ്കിൽ പത്രോസ്ലീഹ അംഗീകരിക്കുമോ? പൗലോസ്ലീഹ വെറുക്കുന്നുണ്ട് വിഗ്രഹത്തെ, പരസ്യമായിട്ട് പറയുക. അങ്ങനെയാണെങ്കിൽ 2000 വർഷം പാരമ്പര്യമുള്ള പത്രോസ്ലീഹയുടെ കൈവെപ്പിലൂടെ പിന്തുടർച്ചാവകാശം ലഭിച്ച റോമിൽ നിന്ന് വന്ന ഈ പത്രോസ്ലീഹ സഹിക്കുമോ ഈ വിഗ്രഹത്തെ, അന്യദേവനെ ചർച്ചിൻ്റെ അകത്ത് കൊണ്ടുവച്ചത്? വയ്ക്കുമോ? ശലോമോനോട് പറഞ്ഞു, ശലോമോനെ, ചർച്ചൊക്കെ ഞാൻ ആശീർവദിച്ചു. ഈ ചർച്ചിൻ്റെ അകത്ത് വന്നിരുന്ന് കഴിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും, നിൻ്റെ ദേശത്ത് മഴ പെയ്യാനും എല്ലാത്തിനും ഞാൻ ഈ വന്നിരിക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കും, സ്വർഗം തുറക്കും, സകല കാര്യങ്ങൾ നടക്കും. എപ്പോഴെങ്കിലും നീ അന്യാരാധന നടത്തിയ ശലോമോനെ,
ഇത് ജനങ്ങൾക്ക് പരിഹാസമാക്കി ചർച്ചിനെ ഇടിച്ച് പൊളിച്ച് തവിടുപൊടിയായി കളയും. അന്ന് പറഞ്ഞ കർത്താവ് ഇന്നും ഉള്ളത്. അന്ന് പറഞ്ഞ അതേ ദൈവം ഇന്നുമുണ്ട്. ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ പത്രോസ്ലീഹ പൗലോസ്ലീഹ ചെയ്യാത്തത് പത്രോസ്ലീഹ ചെയ്യുമോ? അത്യുന്നതനായ ദൈവം പറയാത്തത് പത്രോസ്ലീഹ വിഗ്രഹത്തെ ആരാധിക്കാനും ഉണ്ടാക്കാനും പറയുമോ? ബാലിനും എലോ പറഞ്ഞു, പുരോഹിതന്മാർ എല്ലാവരും ബാലിനും മുഴങ്കാലും മടക്കി, ഞാൻ ഒരുത്താൻ മാത്രമേ ഉള്ളൂ. അത്യുന്നതനായ ദൈവം പറഞ്ഞു, ബാലിനും മുഴങ്കാലും മടക്കാത്ത 7000 പേരെ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തെ ഏരിയാവേ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ കാലത്തിലും തൻ്റെ ഇടത്തോടെ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി മുഴങ്കാലും അടയ്ക്കാത്ത നല്ല കുഞ്ഞുങ്ങളെ സഭയാക്കി വച്ചിരിക്കുന്നുണ്ട്. അതാ ഇന്ന് കർത്താവ് പറയുന്നത്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. ഈ പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞ് സമയം കളയാതെ, പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞ് വർഷങ്ങളും ആണ്ടുകളും കഴിഞ്ഞില്ലേ, ഇനി ഇതിൽ നിന്ന് മാറി യഥാർത്ഥ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ജനമായി മാറും. അധികാരികളെ കണ്ടും മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടല്ല നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് ഈ അത്യുന്നതനായ ദൈവത്തെയാണ്. അല്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ജാതികൾ ബലി കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ്. നിങ്ങളുടെ ഓരോ ബലികളും നേർച്ചകളും പ്രാർത്ഥനകളും ഭൂതങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം വിഗ്രഹത്തിൻ്റെ അകത്ത് ഭൂതങ്ങളാണ്. പച്ചമാമ, അതുപോലെ മാവേലി ഇത്യാദികളെല്ലാം അന്യദേവനെ കത്തിക്കാൻ പറയുമ്പോൾ അതിനെയെല്ലാം കൊണ്ടുപോയി ചർച്ചിൻ്റെ അകത്ത് അടക്കി വച്ചിരിക്കുമല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒന്നോടെ ഇരിക്കട്ടെ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളെ എന്നെയും നിന്നെയും ഉണ്ടാക്കിയവനെ നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. മണ്ണിൽ നിന്നും മനുഷ്യനെ മെനഞ്ഞെടുത്ത ജീവശ്വാസം ഊതി കൊടുത്തപ്പോൾ അതേ ദൈവത്തെ അതേ മണ്ണിൽ നിന്ന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, അതല്ലേ ഇന്ന് ചെയ്യുന്നത്. വിശുദ്ധ യെശയ്യാപ്രവാചകന്റെ തിരുവചനം അതിൻ്റെ 66:3 വായിക്കുമ്പോൾ വ്യക്തമായിട്ടൊരു കാര്യം നമുക്ക് പറയാം. നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ ഈ ബിംബാരാധികളും വിഗ്രഹാരാധികളും ഒരു സ്വരൂപമാണെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന അവർ കഴിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ഈ തരത്തിലാണ്. 66:3 യെശയ്യാവ്, കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായയുടെ കഴുത്തിൽ ഒഴിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവൻ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതാണ് കാളയെ കൊല്ലുമ്പോൾ മനുഷ്യനെ കൊല്ലുന്ന പോലെയാണ് ദൈവത്തിന് തോന്നുന്നത്. കുഞ്ഞാടുകളെ അറക്കുമ്പോൾ പട്ടിയുടെ കഴുത്തെ കയറി പിടിക്കും, പട്ടി കുരയ്ക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് പട്ടി കുരയ്ക്കുന്നത് പോലെയാണ്. മ്ലേച്ഛ വിഗ്രഹമെന്നാണ് ദൈവം പറയുന്നത്. ദൈവം മ്ലേച്ഛ വിഗ്രഹമെന്ന് സൈൻ ചെയ്താൽ പിന്നെ 2000 വർഷം മുമ്പ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പാരമ്പര്യത്തിൽ നിങ്ങളെ വിഗ്രഹം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഉറങ്ങുന്നവനല്ല, ഉറക്കം നടിക്കല്ലേ. നിങ്ങൾ ഉണർന്നു വാ. മരിച്ചവരെ പോലെയല്ല, ജീവിക്കുന്നവൻ്റെ ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ജനമായി മാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.